ഇന്ന് നമുക്ക് ഇതിന് പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ട് ആയാലോ? അപ്പോൾ അതിന് വേണ്ടി പാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴുത്ത 3 നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലോട്ടേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറുതായി ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ലിറ്റർ പാലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് ഞാനിവിടെ ചെറിയൊരു ബൗളിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി പാലും കൂടി ചേർത്ത് കട്ട കെട്ടാതെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് പാലൊന്ന് ചൂടായ സമയത്ത് ഇതിലോട്ടേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴത്തിന് ചേർത്ത് കൊടുത്തതും കൂടി കണക്കിലെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ടേക്ക് കോൺഫ്ലവർ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കൂടുതൽ ടൈറ്റായി വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോട്ടോ. ഞാനിവിടെ ഒരു കോരി കഴിക്കേണ്ട പരുവത്തിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ കുറച്ചായി തിക്കായ സമയത്ത് നമുക്ക് സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് പഴം ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പം പഴം മുഴുവനായി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിവിടെ ഡെക്കറേഷൻ ചെയ്യാണ്. എന്നിട്ട് ഇതിലോട്ടേക്ക് അണ്ടിപ്പരിപ്പ്, ബദാം അങ്ങനെയൊക്കെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൊഞ്ചാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഡെസേർട്ട് ഇതാണ്. അപ്പം നിങ്ങളുടെ ഡെസേർട്ടൊക്കെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.